സുബൈർ സലഫിയാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടും ബലിപെരുന്നാളും അതുമായി പീസ് റേഡിയോ ഒരുക്കുന്ന വിവിധങ്ങളായ പ്രോഗ്രാമുകൾക്കിടയിൽ മക്കയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കുവാനാണ് ഈ സമയം ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. മക്കയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഇസ്ലാമിക പ്രമാണങ്ങൾ ആ സ്ഥലത്തിന് നൽകിയ പ്രാധാന്യം എത്രയുണ്ടെന്നറിയുന്ന ഒരു വ്യക്തിക്കായിരിക്കും കൂടുതൽ പഠിക്കാൻ താല്പര്യം തോന്നുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വല്ലാഹി ഇന്നക ലഖൈറു അർളില്ല. മക്കയോടുള്ള സംസാരത്തിൽ പറയുന്നുണ്ട്, മക്ക നീ അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഉത്തമമായ സ്ഥലമാണ്. വഹബ്ബു അർളില്ലാഹി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനമുള്ളത് നിനക്കാണ്. വലൗല അന്നീ ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ നാട്ടിൽ നിന്ന് എന്നെ പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടുന്ന് എവിടേക്കും പുറത്തു പോകില്ലായിരുന്നു. ഈ ഒരു ഹദീസ് മക്കയുടെ പ്രാധാന്യത്തെ, അതിൻ്റെ അള്ളാഹുവിൻ്റെ അടുത്തുള്ള അതിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിച്ചത്. മറ്റു ഹദീസിലും ഇതുപോലത്തെ ഒരു ആശയം നിറഞ്ഞ വാക്ക് കാണാം, മാ അത്യബകി മിൻ ബലദിൻ വഹബ്ബകി ഇലയ്യ. ഇത്ര ഹൃദയഹാരിയായ ഒരു രാജ്യം ഏതാ ഉള്ളത്? എനിക്കേറെ ഇഷ്ടപ്പെട്ട മറ്റേത് രാജ്യം ഏതാ ഉള്ളത്? അതുകൊണ്ട് തന്നെയാണ് മക്കം ഫത്ഹിന്റെ ദിവസത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, ഇന്ന ഹാദൽ ബലദ, ഈ തീർച്ചയായും ഈ രാജ്യം, ഹറമഹുല്ലാഹ് യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർള്, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്ന സമയത്ത് തന്നെ പവിത്രമാക്കി പരിശുദ്ധമാക്കി കണ്ടതാണ് ഈ ഭാഗത്തെ. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫഹുവ ഹറമുൻ ബിഹുർമത്തില്ലാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ